ശബരിമല തീർത്ഥാടകരെ വഴിയിൽ ഇറക്കിവിട്ട സംഭവത്തിൽ നടപടി. കെഎസ്ആർടിസി ഡ്രൈവറെ പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകി ഗതാഗത വകുപ്പ്. കണ്ടക്ടറെ കാഞ്ഞങ്ങാട്ടേക്ക് സ്ഥലം മാറ്റും. കുഞ്ഞുമാളികപ്പുറവും അമ്മമാരും ഉൾപ്പെടെയുള്ള തീർത്ഥാടകരെ അർദ്ധരാത്രി വനമേഖലയിൽ ഇറക്കിവിട്ട വാർത്ത ജനം ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ശക്തമായ ഒരു നടപടി തന്നെ ഉണ്ടായിരിക്കുന്നു. ശബരിമല തീർത്ഥാടകരെ വഴിയിൽ ഇറക്കിവിട്ട സംഭവത്തിൽ കെഎസ്ആർടിസി ഡ്രൈവർക്കെതിരെ ഇപ്പോൾ നിലവിൽ നടപടി സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ വാർത്ത പുറത്തു വന്നത്. അതായത് ശബരിമലയിൽ ദർശനം പൂർത്തിയാക്കി മടങ്ങിയ കൊല്ലത്ത് നിന്നുള്ള തീർത്ഥാടക സംഘത്തെ നിലയ്ക്കലിന് ശേഷം വനപാതയിൽ KSRTCയിൽ നിന്ന് ഇറക്കിവിട്ട സംഭവം പുറത്തു വന്നത്. എന്തായാലും ആ സംഭവത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ്. ഈ യാത്രക്കാരെ ഇറക്കിവിട്ട ആ KSRTC ഡ്രൈവറെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അയാൾ ഒരു താൽക്കാലിക ജീവനക്കാരനാണ്. അയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ എന്തായാലും ഗതാഗത വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ആ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർക്കും എതിരെയും നടപടി ഉണ്ടായിരിക്കുകയാണ്. കണ്ടക്ടറെ സ്ഥലം മാറ്റും എന്നുള്ള ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാടേക്കുള്ള സ്ഥലം മാറ്റുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ ബസ് ജീവനക്കാരായിട്ടുള്ള 2 പേർക്കെതിരെയും കർശന നടപടി തന്നെ സ്വീകരിച്ചിരിക്കുകയാണ് ഗതാഗത വകുപ്പ്. നമ്മൾ ഈ വിവരം ഉച്ചയ്ക്ക് ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചിരുന്നു. അപ്പോഴാണ് ഈ രീതിയിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതായിട്ട് അദ്ദേഹം അറിയിച്ചത്. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കൊല്ലത്ത് നിന്നും 11 വയോജന സംഘങ്ങൾ അടങ്ങിയിട്ടുള്ള തീർത്ഥാടക സംഘമാണ്. 11 സ്ത്രീകളായിട്ടുള്ള വയോധികരും ഒപ്പം ഒരു കുഞ്ഞു മാളികപ്പുറവും അടങ്ങിയിട്ടുള്ള 13 അംഗ സംഘമാണ് ഇത്തരത്തിലൊരു ദുരനുഭവം അവർക്കാണ് ഉണ്ടായത്. അതായത് കഴിഞ്ഞ 17 രാത്രി 10 മണിക്ക് ശേഷമാണ് പമ്പയിൽ നിന്നും ഇവർ നിലയ്ക്കൽ സ്റ്റാൻഡിലേക്ക് ബസ് ടിക്കറ്റ് എടുക്കുകയുണ്ടായത്. ഇവരുടെ സ്വകാര്യ വാഹനം നിലയ്ക്കലിലാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഇവരുമായിട്ട് ഈ തിരുവനന്തപുരം ബസ്സായിരുന്നു. ഈ ബസ് നിലയ്ക്കൽ സ്റ്റാൻഡിലേക്ക് കയറാതെ നേരെ തന്നെ മുന്നോട്ട് പോയ ഒരു സാഹചര്യം ഉണ്ടായി. ഇവർ പറഞ്ഞു തങ്ങൾക്ക് സ്റ്റാൻഡിലാണ് പോകേണ്ടത്, അവിടെയാണ് വാഹനമുള്ളത് എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങോട്ടേക്ക് ബസ് പോകാൻ കൂട്ടാക്കിയില്ല. അതിനുശേഷം ഈ ബസ് ജീവനക്കാരുമായിട്ട് ബഹളം വെച്ചതിന് ശേഷമാണ് ബസ് നിർത്താനായിട്ട് അവർ തയ്യാറായത്. അപ്പോഴേക്കും ബസ് നിലയ്ക്കൽ പിന്നിട്ട് 1 കിലോമീറ്ററിലധികം ദൂരം പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ അവിടെ ഇറക്കി വിടുകയാണ് ഉണ്ടായത്. രാത്രിയിൽ ഈ വയോധികരും കുഞ്ഞുങ്ങളും അടക്കമുള്ള ആളുകളെ ആ വനത്തിനുള്ളിൽ രാത്രിയിൽ ഇറക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം ഇവർ ഗതാഗത മന്ത്രിക്ക് പരാതി നൽകുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവത്തിലാണ് കർശനമായിട്ടുള്ളൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. തീർത്തും മാതൃകാപരമായിട്ടുള്ള നടപടി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം ആ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പെരുമാറ്റവും അവരുടെ ആ നടപടിയും അത്രമാത്രം ഹീനമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അതിനുതകുന്ന രീതിയിലുള്ള ശിക്ഷാ നടപടി തന്നെ അവർക്കെതിരെ ഉണ്ടായിരിക്കുമെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുവാനായിട്ട്. രോഹിണി, ശരി. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.